വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവ് ജനുവരി 1 വേണ്ടി എഴുതിയ സന്ദേശം, സമാധാന ദിനത്തിനു വേണ്ടിയുള്ള സന്ദേശം, ഈ കൊല്ലത്തെ ജൂബിലി വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നൽകിയത് വിചിന്തനം ചെയ്യുകയായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അടുത്ത കാലത്താണ്, ഡിസംബർ മാസത്തിലാണ് പരിശുദ്ധ പിതാവ് പുതിയ കർദിനാളന്മാരെ ആ സ്ഥാനം ഭരമേൽപ്പിച്ചത്, സ്ഥാനാരോഹണ ചടങ്ങ് നടത്തിയത്. അതിനോടനുബന്ധിച്ച് 21 പേരാണ് കർദിനാളന്മാരെ പുതിയതായി നിയമിച്ചത്. നമ്മുടെ നാട്ടിൽ നിന്നും ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട് എന്ന കർദിനാളും അതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ. അവരുടെ ആ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗമാണ്, അതിൻ്റെ സന്ദേശങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അധികാരത്തിലേക്ക് മാർപ്പാപ്പ കർദിനാളന്മാർ ഇങ്ങനെയാണല്ലോ നമ്മളൊരു ഹൈറാർക്കി പോലെ പറയുന്നത്. ഇന്നങ്ങനെ ഒരു ഹൈറാർക്കി ചിന്തയില്ല സത്യത്തിൽ, അത് പഴയൊരു കാഴ്ചപ്പാടാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുപോലെ വിവിധ ദൗത്യങ്ങൾ സഭയിൽ നിറവേറ്റുന്നവരാണ്. മാർപ്പാപ്പയും കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സിസ്റ്റേഴ്സും അൽമായരും എല്ലാവരും കർമ്മത്തിലേക്ക് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോരുന്ന ഒരു പതിവുണ്ടെന്നേ ഉള്ളൂ. അവരോട് പറഞ്ഞ സന്ദേശം വളരെ മനോഹരമാണ്. മാർപ്പാപ്പ കർദിനാളന്മാരെ നിയമിക്കുമ്പോഴെല്ലാം, മെത്രാന്മാരെ നിയമിക്കുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ഈ സന്ദേശം, ഈ ആശയം വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. ഈ കർദിനാളന്മാരോട്, പുത്തൻ കർദിനാളന്മാരോട് മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: വിനയത്തോടും അതിശയത്തോടും ആനന്ദത്തോടും കൂടെ യേശുവിനോടൊപ്പം സഞ്ചരിക്കുക എന്ന സന്ദേശമാണ്. നോക്കിക്ക്, അവർ എടുക്കേണ്ട ഒരു ജീവിത ശൈലി പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പ അത് കുറേയൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ജീവിച്ച് കാണിക്കുകയാണ്. വിനയത്തോടെ വേണം, അതിശയത്തോടെ വേണം, ആനന്ദത്തോടുകൂടെ വേണം നിങ്ങൾ കർത്താവിനെ പിൻചെല്ലുവാൻ, കർത്താവിനോട് കൂടെ നടക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാർപ്പാപ്പ സുവിശേഷ വിവരണത്തെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈശോ ജെറുസലേമിലേക്ക് പോകുന്നു, അതാണ് സംഭവം. പക്ഷേ അത് ഭൗമിക മഹത്വത്തിലേക്കുള്ള ഉയർച്ചയല്ല. ജെറുസലേമിലേക്ക് പോകുന്നു, ആ യാത്രയിൽ നടന്ന കാര്യമാണ് പറയുന്നത്. അത് ഭൗമികമായൊരു മഹത്വമായിരുന്നില്ല. കുരിശിൽ കയറി മരിക്കാനാണ് ജെറുസലേമിലേക്കുള്ള യാത്ര. ദൈവമഹത്വത്തിലേക്കുള്ള യാത്രയായിരുന്നു അതൊരു ഭൗമിക മഹത്വത്തിലേക്കുള്ള യാത്രയല്ല. അധികാരത്തിലേക്ക് വരുന്ന ആളുകളെല്ലാവരും, മാത്രമല്ല എല്ലാ വിശ്വാസികളും, പ്രത്യേകം അധികാരമുള്ളവർക്ക് പ്രത്യേകമായൊരു ചുമതല കൂടിയുണ്ട്. ഈ സന്ദേശം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുന്ന് മരണത്തിൻ്റെ അടിത്തട്ടിലേക്കാണ് ഇറങ്ങുന്നത്. വിശുദ്ധ നഗരത്തിൽ വെച്ച് ഉടൻ തന്നെ നമ്മെ ജീവനിലേക്ക് വീണ്ടെടുക്കാനായി അവിടുന്ന് കുരിശിൽ മരിക്കും. അതേസമയം മറ്റ് ശിഷ്യന്മാരൊക്കെ അതിന് തൊട്ട് മുമ്പൊക്കെ ചർച്ച ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. വ്യത്യസ്തമായ ഒരു ചിന്തയോടെയാണ് കർത്താവിനെ പിൻചെല്ലുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരു ഭാഗധേയം അവർ കാണുന്നത് വ്യത്യസ്തമാണ്. അതിനാൽ അവർ ചോദിക്കുന്നത് എന്താണ്? യാക്കോബും യോഹന്നാനും 2 സ്ഥാനങ്ങളാണ് അവർ ചോദിക്കുന്നത്. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 37 നമ്മളത് കാണുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്. സുവിശേഷം നാടകീയമായ ഈ വൈരുദ്ധ്യം എടുത്തു കാട്ടുന്നു. ഈശോ കുരിശിലേക്ക് പോകുന്നു, മരണത്തിലേക്ക് പോകുന്നു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പോകുന്നു, പിതാവിനെ മഹത്വപ്പെടുത്താൻ പോകുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്നത് തങ്ങൾക്ക് വലിയ സ്ഥാനം വേണം. അപ്പോൾ ഒരു വലിയ വൈരുദ്ധ്യം ഈ സുവിശേഷ ഭാഗം ഇന്ന് നമ്മൾ വായിച്ചത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. സുവിശേഷം നമ്മളോട് പറയുന്നത് ഈശോയെപ്പറ്റി ഈശോ കാൽവരിയിലേക്ക് നയിക്കുന്ന പ്രയാസകരമായ ഒരു കയറ്റമാണ്
അവതരിപ്പിക്കുന്നത്. അതേസമയം ശിഷ്യന്മാർ വിജയിച്ച മിശിഹായുടെ താഴേക്കുള്ള സുഗമമായ പാതയെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഇതിനാൽ നമുക്ക് ഇടർച്ചയുണ്ടാകരുതേ എന്ന് മാർപ്പാപ്പ കർദിനാളന്മാരോട് പറയുകയാണ്. എന്നാൽ എളിമയോടുകൂടെ അത് ശ്രദ്ധിക്കുക. മനുഷ്യഹൃദയത്തിൻ്റെ പൊരുത്തക്കേടാണ് ഇങ്ങനെ ഇതെന്ന് ഒരു എഴുത്തുകാരനെ ഉദ്ധരിച്ചുകൊണ്ട്, നമ്മളറിയാലോ ഇറ്റാലിയൻ എഴുത്തുകാരനാണ് മാർപ്പാപ്പ പറയുന്നത്. ഈ വൈരുദ്ധ്യത്തിൻ്റെ രണ്ട് വശങ്ങൾ, ഒന്ന് ദൈവത്തിൻ്റെ വഴി, മനുഷ്യൻ്റെ വഴി എന്നുള്ളത്. നമുക്കും ഇത് തന്നെ സംഭവിക്കാം. ഈ കാര്യം പറഞ്ഞിട്ട്, ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞിട്ട് കർദിനാളന്മാരോട് പറയുകയാണ്, നമുക്കിത് തന്നെ സംഭവിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ വഴിതെറ്റിപ്പോകാം, അഭിമാനത്തിൻ്റെ ആകർഷണമുണ്ടാകാം, ശക്തിയുടെ പ്രലോഭനം നമ്മളിലുണ്ടാകാം, കർത്താവിനോടുള്ള അമിതമായ മാനുഷിക തീക്ഷ്ണത എന്നിവയാൽ നമ്മുടെ കണ്ണഞ്ചിപ്പോയേക്കാം. അതുകൊണ്ടാണ് നാം ഉള്ളിലേക്ക് നോക്കേണ്ടത് എന്ന് പാപ്പ പറഞ്ഞു. വിനയപൂർവം ദൈവത്തിനു മുമ്പിലും സത്യസന്ധതയോടെ നമ്മുടെ മുമ്പിലും നിന്നുകൊണ്ട് ചോദിക്കേണ്ടത്, എൻ്റെ ഹൃദയം എവിടേക്കാണ് പോകുന്നത് എന്ന ചോദ്യം ദൈവത്തിൻ്റെ മുമ്പിലും സ്വന്തം മനസാക്ഷിയുടെ മുമ്പിലും ചോദിക്കേണ്ട ചോദ്യമാണിത്. ഇന്ന് എൻ്റെ ഹൃദയം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ചോദ്യം ചോദിക്കണം. എവിടേക്കാണ് അതിൻ്റെ ദിശ? ഞാൻ തെറ്റായ പാതയിലാണോ നീങ്ങിയത്? വിശുദ്ധ അഗസ്തീനോസിനെ ഉദ്ധരിക്കുന്നുണ്ട് പാപ്പ. ഉടനെ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട് ഈ വിശുദ്ധൻ. നിങ്ങളെ വഴിതെറ്റിക്കുന്ന ശൂന്യമായ വഴികൾ പിന്തുടരുന്നത് എന്തുകൊണ്ട്? ചോദ്യമാണ്. കർത്താവിലേക്ക് മടങ്ങുക, അവൻ കാത്തിരിക്കുകയാണ്. എന്നിരുന്നാലും ആദ്യം നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിലേക്ക് മടങ്ങുക. കാരണം അവിടെ ദൈവത്തിൻ്റെ പ്രതിച്ഛായ കാണപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിലാണത് കാണുന്നത്. ക്രിസ്തു മനുഷ്യൻ്റെ അന്തരംഗങ്ങളിൽ വസിക്കുന്നു. അന്തരാത്മാവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഛായയാൽ നവീകരിക്കപ്പെടുന്നു. ഇതാണ് സംഭവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെന്ന് പ്രത്യേകിച്ച് അഗസ്തീനോസ് പുണ്യവാളനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി ഈ ചിന്തകൾ. അപ്പം നമ്മളും ഇന്ന് ചിന്തിക്കേണ്ടത് ഇതാണ്. എല്ലാ മനുഷ്യരും, എല്ലാ ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് കർദിനാളന്മാർ, അധികാരത്തിൽ വരുന്ന ആളുകൾ ചിന്തിക്കേണ്ടതാണ്. ഈശോയുടെ അതേ പാതയിലേക്ക് മടങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാം ഹൃദയത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഇന്ന് ഒരു പ്രത്യേക രീതിയിൽ കർദിനാളന്മാരായി നിയമിക്കപ്പെടുന്ന പ്രിയ സഹോദരന്മാരെ മാർപ്പാപ്പ അവരോട് പറയുകയാണ്, നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈശോയുടെ പാതയിൽ നടക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുക. അതുകൊണ്ട് ഉടനെ ചോദിക്കുകയാണ്, ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം. ഈശോയുടെ പാതയിൽ നടക്കുക എന്നാൽ എല്ലാറ്റിനും ഉപരിയായി അവിടുന്നിലേക്ക് മടങ്ങുകയും കേന്ദ്രമാക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം. ഈശോയുടെ പാതയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. എന്താണ്? ഒന്നുകൂടി ആവർത്തിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈശോയിലേക്ക് മടങ്ങുക, കേന്ദ്രമാക്കുക. ചില സമയങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും അജപാലന പ്രവർത്തനങ്ങളിലും യാദൃശ്ചികമായുള്ളതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും, എന്ന് പറഞ്ഞാൽ യാദൃശ്ചികം അപ്രധാനമായ കാര്യങ്ങളിൽ, ആനുഷികമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത്യാവശ്യമായത് മറക്കുകയും ചെയ്യാനിടയുണ്ട്. പലപ്പോഴും ആവശ്യമുള്ളതിന് പകരം അപ്രധാന കാര്യങ്ങൾ കൊണ്ടുവരാം. അത് കർദിനാളായാലും മെത്രാനായാലും എല്ലാവർക്കും, വൈദികനായാലും എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. ഭാഗ്യരൂപങ്ങൾ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളവയെ മറയ്ക്കുന്നു. ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടതിനെ നമ്മൾ മറന്നു പോകാം. കാര്യങ്ങളുടെ ഉള്ളിലേക്ക് പോകാതെ അടിയന്തരമെന്ന് കരുതുന്ന പ്രവർത്തനങ്ങളിലേക്ക് നാം എടുത്തു ചാടുന്നു. ഇതായിരിക്കും ഏറ്റവും പ്രധാനം എന്ന് കരുതി എടുത്തു ചാടാനുള്ള അപകട സാധ്യതയുണ്ട്. നമ്മൾ നിരന്തരം അടിസ്ഥാനപരമായ മുഖ്യ വിഷയത്തിലേക്ക് വരികയും, അതാണ് പ്രധാനം, അവർ നഷ്ടപ്പെടരുത്,
ഉപരിപ്ലവമായ എല്ലാറ്റിനെയും അകറ്റുകയും ചെയ്ത് ക്രിസ്തുവിനെ സ്വയം ധരിക്കണം. പൗലോസ്ലീഹ പറയുന്ന വാക്കാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13:14. കർദിനാൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വാക്കിൻ്റെ അർത്ഥം മാർപ്പാപ്പ പറയുന്നുണ്ട്, വാതിൽ സുരക്ഷിതമായി ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള വിജാഗിരി എന്നാണ്. കർദിനാൾ എന്ന് പറഞ്ഞാൽ കാർഡിനൽ വിജാഗിരിയാണ്. പ്രിയ സഹോദരന്മാരെ, ഈശോയാണ് നമ്മുടെ യഥാർത്ഥ ആശ്രയം. അവിടുന്നാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഗുരുത്വ കേന്ദ്രമാണ്. മുഴുവൻ ജീവിതത്തിലും നാം സ്വീകരിക്കേണ്ട പ്രധാന ലക്ഷ്യവും അവിടുന്നാണ്. അപ്പോൾ അവിടുന്നിൽ രൂപപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ശ്രമമാണ് കർദിനാൾ എന്ന നിലയിൽ നമുക്ക് ലോകത്തിന് മുമ്പിൽ സഭയ്ക്ക് നൽകാനുള്ളത്. ഈശോയുടെ പാതയിൽ നടക്കുക എന്നതിനർത്ഥം, മറ്റൊരർത്ഥം മാർപ്പാപ്പ വീണ്ടും ചിന്തിക്കുകയാണ്, കണ്ടുമുട്ടലിൻ്റെ അഭിലാഷം വളർത്തിയെടുക്കുക എന്നതാണ്. മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ, കണ്ടുമുട്ടലുകൾ, സംഭാഷണങ്ങൾ എന്നതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഈശോ ഒരിക്കലും ഒറ്റയ്ക്ക് നടന്നില്ല. ശ്രദ്ധിക്കണം, പിതാവുമായുള്ള അവിടുത്തെ ബന്ധം ഈ ലോകത്ത് അവിടുന്ന് നേരിട്ട സാഹചര്യങ്ങളിലും കഷ്ടപ്പാടുകളിലും അവിടുത്തെ ഒറ്റപ്പെടുത്തിയില്ല. പിതാവുമായുള്ള ബന്ധം, ഗാഢമായ ബന്ധം എല്ലാ നിമിഷങ്ങളിലും കാത്തുപരിപാലിച്ചു. നമ്മുടെ മുറിവേറ്റ മാനവരാശിയെ സുഖപ്പെടുത്താനും നമ്മുടെ ഹൃദയങ്ങളുടെ ഭാരം ലഘൂകരിക്കാനും പാപത്തിൻ്റെ കറ ശുദ്ധീകരിക്കാനും അടിമത്തത്തിൻ്റെ ബന്ധനങ്ങൾ തകർക്കാനുമാണ് അവിടുന്ന് വന്നത്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് എന്ന് അവിടുന്ന് മാർപ്പാപ്പ വിവരിക്കുന്ന മുറിവേറ്റ നമ്മെ സുഖപ്പെടുത്താൻ, നമ്മുടെ ഹൃദയങ്ങളുടെ ആ ഭാരം, ഹൃദയത്തിൻ്റെ ഭാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമതകളും കഷ്ടപ്പാടുകളും കൊണ്ട് നമ്മൾ വിഷമിക്കുന്നതിനെ ലഘൂകരിക്കാൻ, പാപത്തിൻ്റെ കറ കഴുകിക്കളയാൻ, അടിമത്തത്തിൻ്റെ ബന്ധനങ്ങൾ തകർക്കാനുമാണ് അവിടുന്ന് വന്നത്. തൻ്റെ പാതയിൽ കർത്താവ് ദുരിതമനുഭവിക്കുന്നവരുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെയും മുഖങ്ങൾ കണ്ടുമുട്ടി അവൻ പ്രത്യാശ നഷ്ടപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ, ദരിദ്രർ, അവഗണിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അതിരുകളിലേക്ക് മാറ്റി നിർത്തുക എന്ന അർത്ഥം. അവരുടെ മുഖങ്ങൾ കണ്ടുമുട്ടി. അവൻ വീണുപോയവരെ എഴുന്നേൽപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഈശോ പിന്തുടർന്ന പാത വ്യത്യസ്ത മുഖങ്ങളും കഥകളും ചരിത്രവും നിറഞ്ഞവയായിരുന്നു. കടന്നുപോയ വഴിയിൽ വിലപിക്കുന്നവരുടെ കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റി. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്തു. സങ്കീർത്തനത്തിൽ നമ്മൾ ആലപിക്കുന്നതാണത്. 147 സങ്കീർത്തനം 3-ാം വചനം. അവിടുന്ന് ചെയ്തത് അതാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ഒരു ദിശയെ പറ്റിയാണ്. ഇപ്പോൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഈശോയിലേക്ക് കേന്ദ്രീകൃതമാകണം, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതാണ് പ്രധാനം. അവഗണിക്കരുത്. ജനത്തെ, വിശ്വാസികളെ നമ്മൾ മാറ്റി നിർത്തരുത്, അവരോട് കൂടെയായിരിക്കണം എന്ന ചിന്തയാണ്. വഴിയിലെ സാഹസികതകളുണ്ട്, മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നതിൻ്റെ ആനന്ദമുണ്ട്, അഗതികളുടെ പരിപാലനമുണ്ട്. ഇതെല്ലാം കർദിനാൾമാർ എന്ന നിലയിൽ ഇവ നിങ്ങളുടെ സേവനത്തെ പ്രചോദിപ്പിക്കണം. ഇവരെല്ലാം നിങ്ങൾക്ക് വഴിയിലെ സാഹസികതകൾ, പിന്നെ മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നതിൻ്റെ ആനന്ദം, നമ്മൾ പാവപ്പെട്ടവനെ സഹായിക്കുന്ന കാര്യം, അവയെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കണം. വഴിയിലെ സാഹസികതകൾ, മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നതിൻ്റെ ആനന്ദം, ഏറ്റവും ആവശ്യമുള്ളവരുടെ പരിപാലനം, മഹാനായ ഇതൊക്കെയാണ്. അതൊന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് മാർപ്പാപ്പ പറഞ്ഞതേ ഉള്ളൂ. മഹാനായ ഇറ്റാലിയൻ പുരോഹിതൻ ഡോൺ പ്രിമോ മസോളാരി, ഒരു ഇറ്റാലിയൻ വൈദികനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാണ് മാർപ്പാപ്പ പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, സഭ നടന്നാണ് തുടങ്ങിയത്, സഭ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവളുടെ വാതിലിൽ മുട്ടേണ്ട ആവശ്യമില്ല. കാരണം വാതിൽ അടച്ചല്ല ഇരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും അവൈലബിളാണ്. അഥവാ പ്രവേശനത്തിനായി കാത്തു നിൽക്കേണ്ടതുമില്ല. അതാണ് ഈ വൈദികൻ പറഞ്ഞത്. നടക്കുക, നിങ്ങൾ അവളെ കണ്ടെത്തും. ആരെയാണ്? സഭയെ കണ്ടെത്തും.
നടക്കുക, അവൾ നിങ്ങൾക്കരികിലുണ്ടാകും. നടത്തം തുടരുക, നിങ്ങൾ സഭയ്ക്കുള്ളിലായിരിക്കും. അതാണ് ഈ മനോഹരമായൊരു വചനം ധ്യാന വിഷയമായി അവർക്ക് നൽകുകയാണ്. നിശ്ചലമായി നിന്നു പോകുന്നത് മനസ്സിനെ നശിപ്പിക്കുമെന്നത് നാം മറക്കരുത്. അപ്പോൾ നിൽക്കരുത്, നടക്കുക. പാത പരിശുദ്ധ പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രയോഗമാണ്, ഒരു യാത്ര എന്നുള്ള പ്രയോഗം. പാത, നടക്കുക. അപ്പോൾ നമ്മൾ നിന്ന് മുരടിച്ചു പോകാനുള്ളവരല്ല, കണ്ടുപിട്ടാനുള്ളവരാണ് മറ്റുള്ളവർ. അതാണ് ആശയം പറയുന്നത്. ഒഴുക്കില്ലാത്ത വെള്ളമാണ് ആദ്യം മലിനമാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. തന്നിലേക്ക് തന്നെ ഉൾവലിയരുത്, മറ്റുള്ളവരിലേക്ക് എപ്പോഴും ഇറങ്ങിച്ചെല്ലണം. അത് പരിശുദ്ധ പിതാവിൻ്റെ ഒരു വലിയ ശൈലിയാണ്. അതുകൊണ്ട് വെറുതെ ഭംഗിവാക്ക് പറയുകയല്ല, താൻ ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരായ കർദിനാളന്മാരോട് ആവശ്യപ്പെടുന്നത്. ഈശോയുടെ പാതയിൽ നടക്കുക എന്നാൽ മറ്റൊരർത്ഥം വീണ്ടും എടുത്തു കാട്ടുകയാണ്. ആത്യന്തികമായി കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും നിർമ്മാതാക്കളായി തീരുക എന്നതാണ്. അതും പ്രധാനമാണ്. ഈ കർദിനാളന്മാരാവുക, ഈശോയുടെ പാതയിൽ നടക്കുക, ഇത് വിശ്വാസിക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്. അത് ഉള്ളിൽ കയറി ചെല്ലും തോറും ഇത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നടക്കുക എന്നാൽ ആത്യന്തികമായി കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും നിർമ്മാതാക്കളായിരിക്കുക എന്നാണ് അർത്ഥം. ശിഷ്യന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന മത്സരത്തിൻ്റെ കൃമി, പാപ്പ പറയുന്നൊരു വാക്കാണ്. ആ കൃമി എന്താ ചെയ്യുന്നത്? ഐക്യത്തെ നശിപ്പിക്കുകയായിരുന്നു. അവരുടെ ഇടയ്ക്ക് വാശിയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വെറുപ്പ് തോന്നി. പ്രത്യേകിച്ച് യോഹന്നാനും യാക്കോബും ചോദിച്ചു, ഞങ്ങൾക്ക് പ്രഥമ സ്ഥാനം തരണമെന്ന് പറഞ്ഞപ്പോഴത്തോളം മറ്റുള്ളവർക്ക് അവരോട് വെറുപ്പ് തോന്നി, അവരോട് നീരസം തോന്നി എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതേസമയം ഈശോ നടന്ന പാത അവിടുത്തെ കാൽവരിയിലേക്ക് നയിക്കുകയായിരുന്നു. തന്നെ ഭരമേൽപ്പിച്ചിരുന്ന ദൗത്യം കുരിശിൽ അവിടുന്ന് പൂർത്തിയാക്കി. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, യോഹന്നാൻ 6 നമ്മൾ വായിക്കുന്നുണ്ട് 39, ശത്രുതയുടെ മതിലുകൾ തകർക്കപ്പെടാൻ, എഫേസ്യസ് 2:14, എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണെന്നും അന്യോന്യം എല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്നും കണ്ടെത്താൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ആളുകളുടെയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐക്യം. അത് ഈശോയുടെ ഹൃദയത്തിലുണ്ടായിരുന്നതാണ്. പിതാവേ, ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും എന്നിൽ വിശ്വസിക്കുന്നവരും ഒന്നാകണമേ എന്നുള്ളതാണ് ഐക്യം. അപ്പോൾ അതുകൊണ്ട് ഇത് സഭയാക്കുന്നത് ഈ കാര്യങ്ങളാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിനായി കർത്താവ് നിങ്ങളെ നോക്കുകയാണ്, കർദിനാളന്മാരോട് പാപ്പ പറഞ്ഞു. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന്, പശ്ചാത്തലങ്ങളിൽ നിന്ന് സഭയുടെ കാതോലികതയെ പ്രതിനിധീകരിച്ച് വന്നവരാണ് നിങ്ങൾ. അവയെ പ്രതിനിധീകരിക്കുന്നവരാണ്. സാഹോദര്യത്തിൻ്റെ സാക്ഷികളായും കൂട്ടായ്മയുടെ ശില്പികളായും ഐക്യത്തിൻ്റെ നിർമ്മാതാക്കളായും നിങ്ങളെ അവിടുന്ന് വിളിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ദൗത്യം. 3 കാര്യങ്ങളാണ് ഓർക്കണം. എന്താണ്? സാഹോദര്യത്തിൻ്റെ സാക്ഷികളാകണം നിങ്ങൾ എല്ലാവരും, കൂട്ടായ്മയുടെ ശില്പികളാകണം, ഐക്യത്തിൻ്റെ നിർമ്മാതാക്കളും, ഐക്യം വളർത്തുന്നവരാകണം, കെട്ടിപ്പടുക്കുന്നവരാകണം. മഹാനായ വിശുദ്ധ പോളറാമൻ പറഞ്ഞ ഒരു വാചകം, അതും കർദിനാളന്മാരെ നിയമിച്ച് കഴിഞ്ഞ് പറഞ്ഞ ഒരു സന്ദേശം ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ശിഷ്യന്മാരെ പോലെ നാമും ചിലപ്പോൾ വിഭജനം സൃഷ്ടിക്കാനുള്ള പ്രലോഭനത്തിന് വശംവദരായേക്കാം. നമുക്ക് പ്രലോഭനം ഉണ്ടാകാം, നമ്മളൊരു ഗ്രൂപ്പായി തീരാൻ അല്ലെങ്കിൽ വിഭജിപ്പിക്കാൻ. സഭയുടെ ചരിത്രത്തിൽ എത്രയോ വിഭജനങ്ങളുണ്ട്, അത് നമ്മൾ മറക്കരുത്. എന്നാൽ ഐക്യത്തിനായുള്ള തീക്ഷ്ണത ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരുടെ അടയാളമാണ്. പോളാറാമൻ തിരുമേനിയുടെ വാക്കുകളാണിത്. വിശുദ്ധനായ മാർപ്പാപ്പ തുടർന്നു, സഭാകുടുംബത്തിൽ എല്ലാവർക്കും സ്വന്തം വീട് പോലെ അനുഭവപ്പെടണമെന്നാണ് നമ്മുടെ അഭിലാഷം. അതായത് ആരും പുറന്തള്ളപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്യരുത്. അത് സ്നേഹത്തിലുള്ള നമ്മുടെ ഐക്യത്തിന് ദോഷകരമായി ഭവിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാനികരമായിരിക്കുന്ന ചിലത് നിലനിന്നു പോകും. നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും സഹിക്കുകയും
ഉത്ഥിതനായ കർത്താവിനെ സാക്ഷ്യം വഹിക്കാനായി പോരാടുകയും വേണം എന്ന് 1977 അത് പറഞ്ഞതാണ്. ഒരു പുതിയ കർദിനാൾ സംഘം രൂപപ്പെട്ട അവസരത്തിൽ. അതുകൊണ്ട് മാർപ്പാപ്പ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരീ സഹോദരന്മാർ, ഈ ചൈതന്യത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താനാകും. മത്സരം കാർന്നു തിന്നുന്ന ഈ ലോകത്ത് ഈശോ നൽകുന്ന മുന്നറിയിപ്പിനനുസൃതം നിങ്ങൾ ജീവിക്കണം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് എന്ന വാക്ക് നിങ്ങൾ മുറുകെ പിടിക്കണം. മർക്കോസ് 10:43 പ്രത്യേകിച്ച് വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. പലപ്പോഴും നമ്മൾ ഒരു സ്ഥാനം കിട്ടിയാൽ ഭയങ്കരമായി നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അത് വലിയ അപകടമാണ്. അതെന്തോ ഒരു സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു അപകടമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് പോയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, വരൂ, എൻ്റെ പാതയിൽ എന്നെ അനുഗമിക്കുക, അപ്പോൾ നിങ്ങൾ വ്യത്യസ്തരാകും. വരൂ, എൻ്റെ പാതയിൽ എന്നെ അനുഗമിക്കുക. ഭാഗ്യരൂപത്തിലും ശക്തിയിലും അഭിനിവേശമുള്ള ഒരു സമൂഹത്തിനിടയിൽ നിങ്ങൾ തിളക്കമാർന്ന അടയാളമായിരിക്കും. ഒരിക്കൽ കൂടി അദ്ദേഹം നമ്മോട് പറയുന്നു, എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. സഹോദരതുല്യം അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം സേവകരാവുകയും സുവിശേഷത്തിൻ്റെ സേവകരാവുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രധാനം. ഈശോയുടെ പാതയിൽ ഒരുമിച്ച് നടക്കാം. നമുക്ക് വിനയത്തോടെ നടക്കാം, നമുക്ക് അതിശയത്തോടെ നടക്കാം. ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെ അതിശയത്തോടെ കാണാൻ സാധിക്കാം, ആനന്ദത്തോടെയും നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഇത് എല്ലാ ക്രിസ്ത്യാനിക്കും, പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ടാകേണ്ട മഹത്തായ ചൈതന്യമാണ്. പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.